സ്നേഹിക്കണം. വാൽമീകി രാമായണത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം നൽകാവൂ എന്ന്. ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം നൽകാവൂ. ഇത് ചോദിക്കുമ്പം ആളുകൾ പറയുന്നത്, അതിനിപ്പോൾ ബ്രാഹ്മണരിൽ എന്ത് അല്ലേ ഇല്ലൊക്കെ ക്ഷയിച്ചു, നമ്മളെ തൊട്ടടുത്ത് ഇല്ലം കാണിച്ചു എല്ലാം ക്ഷയിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി വകുപ്പിൽ 96% ബ്രാഹ്മണരാ, എല്ലാം ക്ഷയിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ 96% സെക്രട്ടറിയൽ മിനിസ്റ്റീരിയൽ തസ്തികകൾ ഭരിക്കുന്നത് മുഴുവൻ ബ്രാഹ്മൺ ബനിയ സഖ്യമാണ്. ഇന്ത്യ ഭരിക്കുന്നത് ബ്രാഹ്മൺ ബനിയ സഖ്യമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് തൊട്ടടുത്ത നമ്പൂതിരിയുടെ ഇല്ലെന്ന് കാണിച്ചിട്ട് പറയും, ഓ ബ്രാഹ്മണ്യമോ, അങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോ ഇങ്ങനാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ ഹിന്ദുത്വം എന്ന് പറയുന്നത് ജാതി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യവസ്ഥിതിയുടെ പേരാണ് ഹിന്ദുത്വം. അതുകൊണ്ടാണ് നമ്മൾ ആരാണ് എന്നിപ്പോൾ അന്വേഷിക്കേണ്ടി വരുന്നത്. വി ആർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡിൽ ഗോൾവാക്കർ പറയുന്നു, രാഷ്ട്രത്തിന്റെ ശരീരമാണ് ജാതി, അതിൻ്റെ തകർച്ചയോടെ രാഷ്ട്രം നിലവിലില്ലാതെയാകുന്നു. ഹിന്ദുത്വ സൈദ്ധാന്തികനായ ഗോൾവാക്കർ പറയുകയാണ്, രാഷ്ട്രത്തിന്റെ ശരീരമാണ് ജാതി, അതിൻ്റെ തകർച്ചയോടെ രാഷ്ട്രം നിലവിലില്ലാതെയാകും. എന്ന് പറഞ്ഞാൽ ജാതി ഇല്ലാതായി ഇന്ത്യ ഇല്ലാതാകുമെന്നാണ് ഗോൾവാക്കർ പറയുന്നത്. ഗുരു പറഞ്ഞത് എന്താണ്? ഒരു ജാതി ഒരു മതം എന്നുള്ള പ്രധാനപ്പെട്ടൊരു തത്വവാക്യം മാത്രമല്ല, ജാതിർ ഗോത്വം ഗവാം യഥ എന്ന് ഗുരു പറഞ്ഞതിന് വലിയൊരു തത്വമുണ്ട്. പശുവിന് പശുത്വം പോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരു പറയുന്നതിന് മറ്റൊരു അന്തരാർത്ഥം കൂടിയുണ്ട്. കാരണം ഈ മനുഷ്യരെയെല്ലാം കീഴാള പിന്നോക്ക ജാതിയിൽപ്പെട്ടവരെ മുഴുവൻ പശുക്കളായി മൃഗങ്ങളായിട്ടാണ് സവർണ ബ്രാഹ്മണ്യം കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ജാതിർ ഗോത്വം ഗവാം യഥ എന്ന് വിപുലമായ അന്തരാർത്ഥമുള്ള ഒരു തത്വത്തിലേക്ക് സാക്ഷാൽ ഗുരു എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗോൾവാക്കർ പറയുന്നു, നമ്മുടെ ജാതിബോധം നമ്മുടെ മതത്തിൻ്റെ സന്തതിയാണ്, അതിനെ മതത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനാവില്ല. എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം എന്ന് പറയുന്നത് ജാതിയുടെ കൂട്ടമാണെന്ന് ഹിന്ദുത്വവാദികൾ തന്നെ അംഗീകരിക്കുകയും അത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന വിചാരധാര എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഗ്രന്ഥത്തിൽ, പ്രസക്തം എന്ന് പറയുന്നത് ഹിന്ദുത്വവാദികൾക്ക് പറയുന്നു, ഹിന്ദു ജനത വിരാട് പുരുഷനായ സർവശക്തൻ സ്വയം മൂർത്തി ഭവിച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മണൻ ശിരസിൽ നിന്നും, ക്ഷത്രിയൻ കരങ്ങളിൽ നിന്നും, വൈശ്യൻ തുടയിൽ നിന്നും, ശൂദ്രൻ പാദത്തിൽ നിന്നും ഉത്ഭവിച്ചു. 4 മടക്കുകളുള്ള ഈ സംവിധാനമാണ്, അതായത് ഹിന്ദു ജനത നമ്മുടെ ദൈവമാണ് എന്ന് ഇതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ചാതുർവർണ്ണ്യമാണ് നമ്മുടെ ദൈവം. ചാതുർവർണ്ണ്യമാണ് നമ്മുടെ ദൈവം എന്നാണ് ഗോൾവാക്കർ പറയുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കണോ, ഇതിനോട് അകന്നു നിൽക്കണോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പുരുഷ സൂക്തം